ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. റോമർ 14 അധ്യായം 12 വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വാസ്തവത്തിൽ ആത്മീയ മണ്ഡലത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ആഗ്രഹിക്കാത്ത, താല്പര്യപ്പെടാത്ത ഒരു വിഷയമാണ് ഇപ്രാവശ്യം കർത്താവ് എനിക്ക് തന്നത്. നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഫ്രീ ഗ്രേസിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ സൗജന്യമായ കൃപ, പരിധിയില്ലാത്ത കൃപ എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പറയുന്നു കണക്ക് കൊടുക്കണം. എപ്പോൾ കണക്ക് കൊടുക്കണം? അത് ഇംഗ്ലീഷിൽ തന്നെക്കുറിച്ച് കണക്ക് കൊടുക്കണം. നമ്മിൽ ഓരോരുത്തരും തന്നെക്കുറിച്ച് കണക്ക് കൊടുക്കുമെന്നാണുള്ളത്. ആ 14 അധ്യായം അന്യോന്യം വിധിക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഒന്ന് ചെയ്യാത്ത ആളിനെ മറ്റൊരാൾ വിധിക്കുക, താൻ സ്വീകരിക്കുന്നതിനെ വേറൊരാൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ അയാളെ വിധിക്കുക. ഇങ്ങനെ പലതരം അന്യോന്യം വിധിക്കുന്ന പ്രക്രിയ ആത്മീയ മണ്ഡലത്തിലുണ്ടല്ലോ, ധാരാളമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കണക്ക് ബോധിപ്പിക്കണം. ആരോട്? വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തോട് എന്താണത്? വാസ്തവം പറഞ്ഞാൽ എന്നെ വളരെ നടുക്കുന്ന, അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്, ഒരു വാക്യമാണിത്. നമുക്ക് എല്ലാം സൗജന്യമായി ലഭിച്ചില്ലയോ? ആരോടും കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരോട് കണക്ക് പറയാനാ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഇന്നുള്ളത്. മാത്രമല്ല, ആത്മീയ മണ്ഡലത്തിലെ പൊതു സ്റ്റേജുകളിലെ ആക്രോശങ്ങളും പറച്ചിലുകളും ഒക്കെ കേട്ടാൽ അങ്ങനെ തന്നെ തോന്നിപ്പോവും. എന്നാൽ ദൈവവചനത്തിൽ എന്നെ 1 പത്രോസ് 4 അധ്യായം 5 വാക്യം, ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെയോ തന്നെ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പത്രോസും പറയുന്നു കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ 14 മുതൽ 24 വരെ, അല്ലെങ്കിൽ 26 വരെയുള്ള വാക്യങ്ങളിൽ താഴ്ന്നതിൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതിലും 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അപ്പോൾ 3 വാക്യങ്ങൾ ഇനിയും ഉണ്ട്. കണക്ക് തീർത്തു, വളരെ കാലം കഴിഞ്ഞ ശേഷം അവർ കേൾപ്പിച്ചു കൊടുത്തതിനെ കുറിച്ചും ഒരു ഇങ്ങുണ്ട്. അതിൻ്റെ 15 വാക്യത്തിൽ ഓരോരുത്തരെ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. അപ്പോൾ പ്രാപ്തി പോലെ കൊടുത്ത് വളരെ കാലം കഴിഞ്ഞ് കണക്ക് തീർത്തു. അപ്പോൾ 5 താലന്ത് ലഭിച്ചവനും 2 ലഭിച്ചവനും 1 ലഭിച്ചവനും ഒക്കെ പറഞ്ഞ് ആൻസർ അവിടെ കാണാം. അങ്ങോട്ട് ഞാൻ കണക്കുന്നില്ല. നമ്മുടെ വിഷയം ഇതാണ്, നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്തിനാ? നമുക്ക് ഇതെല്ലാം സൗജന്യമായി ലഭിച്ചതാണ്. ശരി, തന്നതല്ല, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൃപയാൽ കർത്താവായ യേശുവിനെ കണ്ടെത്തിയ ശേഷം നമുക്കുള്ളതെല്ലാം അവൻ്റെ ദാനമാണ്. നാം വലിയ വായിൽ പറയും ഇതെല്ലാം ദൈവത്തിന് ദാനമാണ്. എന്നാൽ വാസ്തവത്തിൽ ഇതിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണ് എന്ന ചിന്ത നമുക്കുണ്ടോ? നാം അനുഭവിക്കുന്ന സർവത്തിനും നാം കണക്ക് കൊടുക്കണം. നമ്മോട് കണക്ക് ചോദിക്കും. നാം സാധാരണ ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ, സൗജന്യമായൊരു ദാനം തന്നാൽ, ഒരിക്കലും നമ്മോട് അതിനെക്കുറിച്ച് കണക്ക് ചോദിക്കത്തില്ല. നമുക്ക് സൗജന്യമായി തന്നാം. പക്ഷേ ഇവിടെ പറയുന്നു നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതെന്താ അങ്ങനെ? സൗജന്യമായാണ് തന്നത്, തികച്ചും സൗജന്യമായി. പക്ഷേ അവൻ തന്ന സകലത്തിനും കണക്ക് ചോദിക്കുമെന്ന് അവൻ ദൈവവചനം പറയുന്നു. 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വൃഥാവാകരുത്, അല്ലെങ്കിൽ കൃപ കാണിച്ചു, പക്ഷേ
അത് വ്യർത്ഥമാകരുത്, അത് വ്യർത്ഥമാകരുത്. എന്തുകൊണ്ട്? ദൈവം കൃപ കാണിച്ചു. അത് എന്തുകൊണ്ട് വ്യർത്ഥമാകരുത്? പൗലോസ് 1 കൊരിന്ത്യർ 5-10 പറയുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വൃഥാവായില്ല. 2 കൊരിന്ത്യർ 6:1 കൃപ ലഭിച്ചത് വ്യർത്ഥമാകരുതെന്ന് പറയുമ്പോൾ അതേ പൗലോസ് തൻ്റെ അനുഭവത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 5:10 പറയുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വൃഥാവായില്ല. കൃപയെ വൃഥാവാക്കി കളയാൻ നമുക്ക് സാധിക്കുമെന്ന് ഇതിൽ നിന്ന് തെളിയുന്നു. അവൻ കൃപ കാണിച്ചു, ദയ കാണിച്ചു, ശരിയാണ്. പക്ഷേ അത് വ്യർത്ഥമായി പോകാൻ സാധ്യതയുണ്ട്. പൗലോസ് അത് വ്യർത്ഥമാക്കിയില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് നിങ്ങൾ പ്രവർത്തിക്കാനായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതാണ് 2 കൊരിന്ത്യർ 6:1 പറയുന്നത്. അപ്പം നമ്മോട് ദൈവം കാണിച്ച കൃപ വ്യർത്ഥമായി പോവാതെ സൂക്ഷിപ്പാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു ഗൃഹസ്ഥനെ കുറിച്ച് കാണാം. ഒരു മനുഷ്യൻ്റെ കാര്യവിചാരകൻ വിശ്വസ്തനാതെ വന്നപ്പോൾ അവൻ യജമാൻ പറഞ്ഞു, നിൻ്റെ കാര്യവിചാരത്തിൻ്റെ കണക്ക് നീ എൻ്റെ വസ്തുവെല്ലാം നാനാവിധമാക്കുകയാണ്, ഇനി നീ എങ്ങനെ ആ സ്ഥാനത്തിരിക്കണ്ട, നിൻ്റെ കണക്ക് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത് കാണാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപ നമ്മോട് ചൊരിഞ്ഞപ്പോൾ നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്നായാലും ഒരു ദിവസം തന്ന എല്ലാത്തിനും നമ്മോട് കണക്ക് ചോദിക്കുന്ന പിതാവാണ് നമുക്കുള്ളതെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തെ ഭരിച്ചിരുന്നുവെങ്കിൽ എത്ര ഭവ്യതയോടെ, എത്ര ഭക്തിയോടെ, എത്ര വിവേകത്തോടെ, എത്ര താഴ്മയോടെ നാം ഈ ലോകത്തിൽ ജീവിക്കുമായിരുന്നു. ഇന്നെല്ലാം പണം ഉണ്ടാക്കാൻ. അപ്പം ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപയെക്കുറിച്ച് അവൻ കണക്ക് ചോദിക്കും. ദൈവം ദാനങ്ങളെക്കുറിച്ച് അവൻ കണക്ക് ചോദിക്കും. ഇതെല്ലാം ദൈവമഹത്വത്തിന് വിനിയോഗിക്കാനാണ്. അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്നതെല്ലാം അവൻ്റെ മഹത്വത്തിന് വേണ്ടി ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾ അവൻ്റെ മഹത്വത്തിനും അവൻ്റെ പൂഴ്ചയ്ക്കും നമ്മൾ കൂടെ അവൻ മഹത്വപ്പെടാനാണ് നമുക്ക് തന്നത്. അങ്ങനെ വരുമ്പോൾ നാം ഒരുപാട് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നാം വളരെ ജാഗ്രതയോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഞാനിതിനെല്ലാം കണക്ക് കൊടുക്കണം എന്ന ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം എല്ലാത്തിനും സൂക്ഷിക്കും. കുറേ പണം തന്നിട്ട് നമ്മെ കുറേ പണം ഏൽപ്പിച്ചു, ഒരു സ്ഥാപനത്തിൻ്റെ കാശ് ഏൽപ്പിച്ചു, ഒരു ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, അത് അവസാനം ഏൽപ്പിച്ച ആൾ കണക്ക് ചോദിച്ചാൽ കണക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നോട് ഒന്നും ചോദിക്കുകയില്ല, തന്നതല്ലേ, എനിക്ക് ഇഷ്ടം പോലെ ചിലവായിക്കൊള്ളാൻ പറഞ്ഞു എന്നുള്ള ഭാവത്തോടെ നാം ചെലവഴിച്ചാൽ തീർച്ചയായിട്ടും നാം അവൻ്റെ മുൻപിൽ ഭാവിയിൽ അവിശ്വസ്തരാകും. ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല, അവൻ വിചാരിക്കുന്ന സമയത്ത്. അപ്പോൾ നാം എല്ലാത്തിനും കണക്ക് നമ്മോട് കാണിച്ച കൃപയ്ക്ക് കണക്ക് കൊടുക്കണം. നമ്മുടെ മേൽ ചൊരിഞ്ഞ വരങ്ങൾക്ക്, കൃപാദാനങ്ങൾക്ക് നാം കണക്ക് കൊടുക്കണം. മാത്രമല്ല ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നാം കണക്ക് കൊടുക്കണം. കർത്താവിനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു എന്നും പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയല്ല. എന്നോട് എന്നായാലും ഇതിനെ കണക്ക് ചോദിക്കും, കണക്ക് തീർക്കുന്നൊരു നാളുണ്ട് എന്ന ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ചേ ജീവിക്കത്തുള്ളൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതോ നമ്മുടെ ആളുകളുടെ മനോഭാവമോ ദൈവകൃപയെ വാസ്തവത്തിൽ വേറെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തി ഹേതുവാക്കിയ വഞ്ചകന്മാർ ലോകത്തിൽ കടന്നു എന്നാണ്. അപ്പോൾ അതും കണക്ക് കൊടുക്കണ്ടേ? എല്ലാം കൃപയാൽ. അപ്പോൾ പിന്നെ ഒരു നിയന്ത്രണവുമില്ലല്ലോ. ഞാൻ പറഞ്ഞ വാക്യം യൂദാ ലേഖനത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് മറ്റുള്ളവരെ ഓർപ്പിക്കാൻ യൂദയ്ക്ക് പ്രേരണയുണ്ടായ കാരണം എന്താ? അവ്യക്തരായ ചില മനുഷ്യർ ദൈവകൃപയെ ദുഷ്കാമവൃത്തി ഹേതുവാക്കിയ വഞ്ചകന്മാർ നുഴഞ്ഞു കയറി സഭയ്ക്കകത്ത്. ആകയാൽ നിങ്ങൾ പോരാടുന്ന ഒരിക്കലായി വിശ്വസന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ
അവരെ ഓർപ്പിച്ചുണർത്തിയത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് സകല അനുഗ്രഹത്തിനും എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. കാരണം അതെല്ലാം ദൈവനാമമഹത്വത്തിന് ഉപയോഗിക്കാനാണ്. ഒരുത്തിന് കുറേ പണം കൊടുത്തെങ്കിൽ 1 തീമോഥെയോസ് 6 പറഞ്ഞല്ലോ, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും ധാരാളം നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ അവരെ ഉപദേശിക്കണമെന്ന്. ഈ ലോകത്തിന് ഒഴിഞ്ഞു പോകുന്നു. എന്നാൽ ഇന്നോ നമുക്ക് തന്നിരിക്കുന്ന ദിവസങ്ങൾക്ക്, നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന് നമ്മോട് കണക്ക് ചോദിക്കും. തന്ന അവസരങ്ങൾക്ക് നമ്മോട് കണക്ക് ചോദിക്കും. പലപ്പോഴും യഥാസ്ഥാനപ്പെടാൻ, കൃപയിലേക്ക് മടങ്ങി വരാൻ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്താകുവാൻ പല വിധത്തിൽ ദൈവം നമ്മെ ഓർപ്പിച്ചിട്ടും അതൊക്കെ അവഗണിച്ച് നാം പോയാൽ, കർത്താവിൽ മാത്രം ആശ്രയിക്കാൻ ദൈവാത്മാവ് നമ്മോട് ഉപദേശിച്ചിട്ടും നാം നമ്മുടെ വഴിക്ക് പോയാൽ, നിശ്ചയമായി ഞാൻ പറയുന്നു, ദൈവവചനം പറയുന്നു, അതിനും ദൈവം കണക്ക് ചോദിക്കും. കാരണം അവൻ അഗ്നിജ്വാലയ്ക്കുള്ള ഒത്ത കണ്ണുകളുള്ളവനാണ്. ഒരുത്തനും അവനെ ഒന്നും മറയ്ക്കുവാൻ സാധ്യമല്ലല്ലോ. ഇന്ന് മനുഷ്യൻ്റെ നേട്ടങ്ങളുടെ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായി വ്യാപകമായ രീതിയിൽ ഒരു രഹസ്യവും ഒന്നും രഹസ്യമല്ലാതെ ലോകത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ദൈവത്തിൻ്റെ ബുദ്ധി എത്രയോ അപാരം, സൃഷ്ടാവിൻ്റെ ബുദ്ധി എത്രയോ അപാരം. അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. വാസ്തവത്തിൽ ദാവീദ് പറഞ്ഞ എത്ര ശരിയാണ്. നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എനിക്ക് നിന്നെ ഒഴിച്ചെങ്ങും പോകാൻ സാധ്യമല്ല, നിന്നെ ഒളിച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സമുദ്രത്തിൽ നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ അവൻ ചോദിക്കുവന്നിരിക്കെ നാം ആ ബോധത്തോടെ ജീവിക്കുന്നെങ്കിൽ നമുക്കെന്ന സമയം അവൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കും. നമുക്കെന്ന സമയം, നമുക്കെന്ന മണിക്കൂറുകൾ ദൈവധ്യാനത്തിന്, പ്രാർത്ഥനയ്ക്ക്, ദൈവാശ്രയത്തിന്, കർത്താവിനെ വെളിപ്പെടുത്തുന്നതിന് നാം ഉപയോഗിക്കാതിരിക്കുമോ? ഈ ബോധമുണ്ടെങ്കിൽ, എനിക്ക് ഇത്രയും വയസ്സ് കർത്താവ് തന്നു, ആ നാളിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവേ, ഞാൻ ചില ദിവസം അലസത കാണിച്ചു പോയാൽ, ഞാൻ വേസ്റ്റാക്കിയ, പാഴാക്കിയ സമയത്തിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടതാണല്ലോ എന്ന ഭയം എനിക്കുണ്ട്. ദൈവത്തോട് അനേക സന്ദർഭങ്ങൾ കർത്താവേ വീഴ്ച പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധിക്കുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന് പ്രസാദമായി ജീവിക്കാൻ നാം താല്പര്യം പെടാതിരിക്കുമ്പോൾ നാളെ ഒരു ദിവസം നമ്മെക്കൊണ്ട് കണക്ക് പറയിക്കും എന്ന ബോധം നമുക്ക് വേണം. മാത്രമല്ല, ദൈവം നമുക്കെന്ന പണത്തിനെല്ലാം നമ്മോട് കണക്ക് ചോദിക്കും. ഇന്ന് യേശുക്രിസ്തുവിനെ നാം ഉപയോഗിച്ച് എന്ത് വ്യാജമാർഗത്തിൽ കൂടെയും പണം സമ്പാദിക്കാനല്ലേ വ്യഗ്രത. സഭാപ്രസംഗിൽ ഒരു വാക്യമുണ്ട്, കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നവൻ. വ്യാജം പറഞ്ഞ്, കള്ളപ്രവചനം, കള്ളസാക്ഷ്യം, എന്തിന്? കാശുണ്ടാക്കാൻ, മറ്റുള്ളവരെ വശീകരിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന, കാശുണ്ടാക്കാൻ, കാശ് പിടിക്കാൻ, ലോകമൊക്കെ നടക്കുന്ന കള്ളസാക്ഷ്യങ്ങൾ പ്രചരിപ്പിക്കുക, വ്യാജ പ്രസംഗം കൊണ്ട് പണം ഉണ്ടാക്കുക, എന്നിട്ടോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക. നാം കാണുന്ന ഒരു പ്രവണതയല്ലേ കള്ളക്കണക്കുകൾ, എന്തും വ്യാജം. കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് അവൻ്റെ മഹത്വത്തിന് വിരുദ്ധമായി നാം ചെയ്യുന്നതിന് ദൈവം കണക്ക് ചോദിക്കുകയില്ലെന്നോ, കണക്ക് തീർക്കുകയില്ലെന്നോ? എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള എൻ്റെ പക്ഷം നിമിത്തമെന്ന ദിനവൃത്താന്തങ്ങൾ 1 ദിനവൃത്താന്തം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം ഭണ്ഡാരം പോലും ഞാൻ അതിനു വേണ്ടി ചിലവാക്കുന്നു, കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം. ഇന്നോ കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് അവൻ്റെ നാമത്തിൽ കിട്ടുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കള്ളക്കണക്ക് എഴുതി, എന്തിനു പറയുന്നു, വ്യാജം പറഞ്ഞ് വളരെ നേട്ടമുണ്ടാക്കുന്നു. ഫലമോ? ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ലോകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ധനവാനെ പോലെ തോമ്പണ വസ്ത്രവും മറ്റും ധരിച്ച ആർഭാടമായി ജീവിക്കാം, ആഡംബരമായി ജീവിക്കാം, തിന്നു പൊളച്ചു മതിക്കാം, ലോകോല്ലാസങ്ങളിൽ മുഴുകാം, ആരും ചോദിക്കില്ല. പക്ഷേ അതിനെല്ലാം കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. തന്ന സകലത്തിലും ദൈവം കണക്ക് ചോദിക്കും.
ദൈവത്തിൻ്റെ നമ്മുടെ സ്വന്തം പണമാണ് നാം തരുന്ന ജോലി ഉണ്ടാക്കുന്ന പണം പോലും ദൈവം തന്ന ആരോഗ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. ഇതാണ് സത്യം. നാം 3 വാക്യം വായിച്ചല്ലോ. നമ്മിൽ ഓരോരുത്തൻ തന്നെക്കുറിച്ച് തന്നെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് റോമലേഖനം 14:12 പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ തങ്ങളെക്കുറിച്ച് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തങ്ങളെന്ത് ചെയ്തു, തങ്ങളെന്ത് ചെലവിട്ടു, തീർച്ചയായിട്ടും കണക്ക് പറയേണ്ടി വരും. ഇന്ന് ദാവീദ് ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് അവൻ്റെ മകനെ ആലയം പണിതപ്പോൾ കണക്കില്ലാതെ വെള്ളിക്ക് പോലും അവൻ്റെ കാലത്ത് വിലയില്ലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ചതല്ല, ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പനോട് ഉണ്ടാക്കി വെച്ചത്. ഇന്നോ അവൻ ദൈവത്തിൻ്റെ നാമവും പറഞ്ഞ് അവൻ്റെ പേരും പറഞ്ഞ് എന്തെല്ലാം മാറിക്കൂട്ടുന്നു എന്നും പറഞ്ഞ് സ്വന്തമായിട്ടൊരു ഭവനം വേണ്ടെന്നോ, കയറി കിടക്കാൻ അല്പം ഒരു സൗകര്യം വേണ്ടെന്നോ, സഞ്ചരിക്കാനൊരു വാഹനം വേണ്ടെന്നോ ഒന്നും ഞാൻ പറയില്ല. ഇതൊക്കെ കർത്താവ് തരുന്നു. പക്ഷേ അതും നെബൂഖദ്നേസർ പ്രശംസിച്ച പോലെ നാം കാണിച്ചാൽ അതിനും കണക്ക് പറയേണ്ടി വരും. നെബൂഖദ്നേസറിനെ കുറിച്ച് ഇങ്ങനെ ദാനിയേൽ 4-ാം അധ്യായത്തിലേ കാണുന്നേ, എൻ്റെ പ്രതാപമൗത്തതിനായി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ ഇതല്ലയോ. തൊട്ട് പറയുന്നു, നെബൂഖദ്നേസരെ നിന്നെ നീക്കിയിരിക്കുന്നു. അവൻ പാഠം പഠിച്ചു. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് വേറൊരു കാര്യം, കർത്താവ് നമുക്ക് മക്കൾക്കും നാം കണക്ക് കൊടുക്കണം. മക്കൾക്കും കണക്ക് കൊടുക്കുക. കാരണം എന്താ, ഇന്ന് പലരും പറയാറുണ്ട്, അവരെങ്ങനെ തലമുറയില്ലയോ, അവരെങ്ങനെ പോയാൽ ഞങ്ങൾ എന്തോ ചെയ്യാനാ എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, അതിനും കണക്ക് കൊടുത്ത് അവർ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ എൻ്റെ ഭാഷയിൽ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഉത്തരവാദി മാതാപിതാക്കളാണ്. സ്വന്തം അനുഭൂതി എന്നാണ് പറയുന്നത്. കാരണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മക്കളെ പിശാച് വലയ്ക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി ദൈവത്തിൽ കണ്ണീരൊഴുക്കാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരത് നിർവഹിച്ചില്ല എങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരും. ഞാൻ ബലമായി വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിനെ കണ്ണീരൊഴുക്കുന്ന ഭക്തന്മാരുടെ മക്കൾ തലതിരിഞ്ഞു പോകാൻ സാധ്യതയില്ല. ആത്മാർത്ഥമായി തീർച്ചയായിട്ടും അവർക്ക് നേരെ പിശാചിൻ്റെ ശക്തമായ പോരാട്ടം ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൽ അതുപോലെ ഇടിവിൽ നിൽക്കുന്നുവെങ്കിൽ അവരുടെ സന്തതി ദൈവത്തെ ഭയപ്പെടും. പുസ്തകത്തിലും പറയുന്നതാണല്ലോ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്നവന് അവൻ്റെ സന്തതി ചോർത്തണം പോലെ ഇരിക്കുമെന്നല്ലോ. ആകയാൽ അതിനും കണക്ക് കൊടുക്കുന്ന ബോധം നമുക്ക് വേണം. മാത്രമല്ല ശുശ്രൂഷ കർത്താവാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഈ ശുശ്രൂഷ ആര് തന്നാണ്? 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ തിരിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ. എനിക്ക് യാതൊരു ആഗ്രഹവുമില്ലാത്ത, ഞാൻ ഏറ്റവും വെറുത്ത ഒന്നായിരുന്നു സുവിശേഷ വേല. പക്ഷേ എന്നെ വിളിച്ച് തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞ പോലെ അവൻ എന്നെ വിളിച്ച് വിശ്വസ്തൻ എന്ന് എന്നെ സുവിശേഷ വേലയ്ക്കാക്കി. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ കണ്ട ദൈവം. ഞാൻ പലപ്പോഴും എൻ്റെ വിളിയെക്കുറിച്ച് അതിശയിച്ചു പോകാറുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ മക്കളായി ഞാൻ 8ാമനാണ്. ആ അമ്മയുടെ മക്കളായി ജനിച്ച ഏതാണ്ട് മൂത്ത 2 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള 5 പേരും മരിച്ചുപോയി. അത് 5ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ കുട്ടി, ആ മരിച്ചവരിൽ 5ാമത്തേത് മരിച്ച് പിന്നെയും 10 കൊല്ലം കഴിഞ്ഞാണ് എന്നെ പ്രസവിക്കുന്നത്. പൗലോസ് പറഞ്ഞ അതേ ഭാഷ, അകാല പ്രതിഭ പോലല്ല എന്നെ കർത്താവ് കണ്ടു. ഞാൻ അവനെ കണ്ടിരുന്നില്ല എങ്കിലും എൻ്റെ കർത്താവ് കണ്ടു. അവൻ്റെ കരുണയിൽ, എന്നോടുള്ള കരുണയിൽ ഈ ശുശ്രൂഷ വന്നു. ഇന്ന് ശുശ്രൂഷ മുഖത്ത് വയ്ക്കുന്ന പലരും അത് ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര വലിയ മാറ്റം ഉണ്ടായിരുന്നു. എൻ്റെ പാരമ്പര്യമോ മറ്റൊരു മിടുക്കോ കൊണ്ടല്ല, അവൻ്റെ കരുണയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ അവൻ തന്നിരിക്കെ അവനെ പ്രസാദിപ്പിക്കുന്ന അവന് വേണ്ടി ജീവിച്ച്
അവൻ്റെ വില ചെയ്യാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും കണക്ക് കൊടുക്കേണ്ടി വരും. അർക്കിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയാന്ന്. ശുശ്രൂഷ എന്ന് കർത്താവാ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരരുതെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. പക്ഷേ അതിന് ആക്ഷേപം വരുന്നുവെങ്കിൽ നമ്മുടെ കുറ്റമാണ്, കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. മാത്രമല്ല എബ്രായലേഖനത്തിൽ വ്യക്തമായൊരു വാക്യമുണ്ട്. 13-ാം അധ്യായത്തിൽ, എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യം, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. സഭാ ശുശ്രൂഷകന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ കൈക്കുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജാഗരിക്കണം. കാരണം അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ, ദൈവസ്ഥലിൽ കൊണ്ടെത്തേണ്ട ചുമതല എനിക്കുണ്ടാകുന്ന ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരിടയൻ്റെ ശുശ്രൂഷയാണല്ലോ. ഒരിക്കൽ ഒരു വലിയ കോൺഫറൻസിൽ വെച്ച് ഒരു 1500-2000 പേര് കൂടിയിരിക്കുന്ന കോൺഫറൻസ് വെച്ച് ഒരു ദൈവദാസനോട് ചോദിച്ചു, ഒരു പാസ്റ്ററുടെ ജോലി എന്താ? പൊതുവിൽ ചോദിച്ചാണ്. പലരും പല മറുപടി പറഞ്ഞു. അനുഭവസമ്പന്നനായ ഒരു ദൈവദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, സഭയെ ഒരുക്കി ദൈവസ്ഥലിൽ കൊണ്ടെത്തിക്കുക. അതാണ് ശരി. തൻ്റെ കീഴിലുള്ള ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് അതുകൊണ്ടാണല്ലോ പത്രോസിനും പറഞ്ഞത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചോളുവീൻ. ഒരെണ്ണം കുറഞ്ഞാൽ ഇടയൻ്റെ പ്രത്യേകത, കർത്താവ് പലയിടത്തും ദൈവത്തിൽ പലതും കാണാതെ പോയ ആട്ടിനെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ. 99 കൊണ്ട് ഒന്നേ പോയുള്ളൂ. ഒക്കോട്ടേന്ന് വെച്ചില്ലല്ലോ. ദൈവസ്ഥലിൽ അതിനു വേണ്ടി ജാഗരിച്ചു. അതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന, കാരണം അവർക്ക് വേണ്ടി കണക്ക് കൊടുക്കണം. എന്നാൽ ഇന്നതല്ലല്ലോ. കമ്പനി ജോലിക്കാരെ പോലെ തൻ്റെ ചുരുങ്ങിയ കാലം തികച്ചേച്ച് അടുത്ത മേച്ചിൽ പുറത്തേക്ക് ഓടിപ്പോകാനല്ലേ പലരും ശ്രമിക്കുന്നത്. അതിനും പല കാരണങ്ങൾ കാണും. കാരണം ദൈവാത്മാവല്ലല്ലോ പല രംഗത്തും നടത്തുന്നത്, സ്വയമല്ലേ. അപ്പോൾ മാത്രമല്ല നമ്മുടെ വാക്കുകൾക്ക് പോലും നാം കണക്ക് കൊടുക്കണം. ആത്മാക്കൾക്ക് മാത്രമല്ല, വാക്കുകൾക്ക്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ നാം എത്ര ഭയപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മോട് കൃപ കാണിച്ച് ഈ ഭൂമിയിൽ നമുക്ക് നാളുകൾ മുഴുവൻ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്ന ബോധത്തോടെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഒന്നും എൻ്റേതല്ല, ഞാൻ എന്നിനും പരദേശിയും, ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണ്, എന്നെ ഏൽപ്പിച്ചത് എന്നോട് ചോദിക്കുന്ന ദിവസത്തിൽ കർത്താവേ അല്ലെങ്കിൽ യജമാനെ ഇതാ എന്ന പ്രായകൽപ്പത്തോട് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ, നീ തന്നത് മാത്രമല്ല, തന്നത് ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, നിനക്ക് നഷ്ടം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് യജമാൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ എനിക്കും നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ വാക്യത്തിന് മുൻപിൽ നാം എങ്ങനെയായിരിക്കും? മാത്രമല്ല, എസ്കൽപ്രവചനം 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ. അപ്പം നമ്മോട് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. അന്ന് നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? കൈ ഉയർത്തി കർത്താവേ എൻ്റെ കരങ്ങൾ മലിനമല്ല, നിർമ്മലമാണ് എന്നും പറയുവാൻ നമുക്ക് കഴിയുമോ? ഭയത്തോടെ അവന് മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? അത് മാത്രമല്ല, പത്രോസിൻ്റെ ലേഖനത്തിൽ കഷ്ടത അനുഭവിക്കുന്നൊരു സഭയോടാണ് പത്രോസ് സംസാരിച്ചത്. എന്നാൽ ആ ലേഖനം എഴുതി അവരെ ധൈര്യപ്പെടുത്താൻ, അതേ സമയത്ത് താൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 17-ാം വാക്യം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നതിനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. മുഖപക്ഷം കൂടാതെ ഇവിടെ പലതും നടക്കും. സ്വന്തം ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ നേതാവിനെ പ്രസാദിപ്പിക്കുന്നവർ കൂടുതൽ
എന്നൊക്കെ വരും. സ്വന്തം അവരെ ചേർത്ത് പിടിക്കുന്ന പക്ഷപാതം കാണിക്കുന്ന അനുഭവം. എന്നാൽ ആ ന്യായം തീർക്കുന്ന ആളിൽ പക്ഷപാതമൊന്നുമില്ല, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഇത്ര ശക്തിയായിട്ട് പത്രോസ് പറഞ്ഞത്. എന്നിട്ടാണ് 5-ാം വാക്യത്തിൽ പറഞ്ഞത്, ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ ചിന്തയുണ്ടോ എന്നോട് കണക്ക് ചോദിക്കും, ഞാൻ ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഭയപ്പെടും. ഭയത്തോടെ പ്രവാസകാലം കഴിക്കും. നമ്മുടെ വാക്ക് സൂക്ഷിക്കും, നടപ്പ് സൂക്ഷിക്കും, പെരുമാറ്റം സൂക്ഷിക്കും, ബന്ധങ്ങൾ സൂക്ഷിക്കും, ഇടപാടുകൾ സൂക്ഷിക്കും, കൊടുക്കൽ വാങ്ങൽ നാം സൂക്ഷിക്കും. ലോകത്തൊന്നും നാം പ്രശംസിക്കുകയില്ല. കർത്താവിൻ്റെ പാദത്തിൽ അവൻ്റെ മഹത്വത്തിൽ നാം ജീവിക്കും. അപ്പോൾ ഒരു മുഖപക്ഷമില്ലാതെ ന്യായം തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഓർക്കുക. ആത്മാക്കളെക്കുറിച്ചും സഭയെക്കുറിച്ചും ബോധത്തോടെ കയ്പോടെ കരയുവാൻ ദൈവദാസന്മാർ കഴിയുന്നുണ്ടോ? ദൈവജനത്തിന് കഴിയുന്നുണ്ടോ? നാം വായിച്ച വാക്യത്തിൽ, റോമാലേഖനം 14-ാം അധ്യായത്തിലെ നാം വായിച്ച വാക്യത്തിൽ അവിടെ സംശയവിചാരങ്ങളെ, ആ അധ്യായം മുഴുവൻ സംശയവിചാരങ്ങളെ വിധിക്കും, അല്ലെങ്കിൽ അന്യോന്യം വിധിക്കുന്ന ആ തിന്നാത്തവനെ, അങ്ങനെ പല രീതിയിൽ വിധിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണല്ലോ അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിനിടയ്ക്കാണ് പൗലോസ് പറഞ്ഞത്, നാം ഓരോരുത്തൻ തന്നെക്കുറിച്ച് ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ ബോധ്യത്തിൽ നാം ജീവിച്ചാൽ നിശ്ചയമായി നാം ഭയപ്പെടും, താഴ്മയോടെ നടക്കും. മാത്രമല്ല നമ്മളെ ശുശ്രൂഷ പ്രയോജനമാകും. ഈ താലന്ത് വാങ്ങിച്ച 2 പേര് അവരുടെ പ്രാപ്തി പോലെ അവർ അതുകൊണ്ട് അധ്വാനിച്ചു. അവസാനം അവർ കണക്ക് തീർത്തപ്പോൾ അവർക്ക് പറയാനുണ്ട്, യജമാനെ നീ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഇത്ര തന്നേടി. ആ 2 പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നമ്മോട് എത്രയായാലും നാം അവന് മുൻപിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമോ, അതോ ദുഷ്ടാന്നുള്ള വിളി കേൾക്കേണ്ടി വരുമോ? ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. അവൻ നമ്മോട് കാര്യം തീർക്കുന്ന ആളിൽ താല്പര്യത്തോട് നിൽക്കുവാൻ, കൈ ധൈര്യപ്പെട്ടിരിപ്പാൻ, കൈ ഉയർത്തിപ്പിടിപ്പാൻ, കർത്താവേ തിരുസന്നിധിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഉത്തമ ഹൃദയത്തോടെ പരമാർത്ഥയോടെ നിന്നെ സേവിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ, നിന്റെ ഹൃദയത്തിന് വിരുദ്ധമായ ഒന്നിനും ഞാൻ കൂട്ടുനിന്നിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് കർത്താവിനോട് പറയുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നെങ്കിൽ ഇപ്പോൾ ക്രമീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസലദാസനപ്പെട്ട് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ നമുക്ക് കഴിയുമോ? അതോ കർത്താവിൻ്റെ നാമത്തെ, അവൻ്റെ നാമത്തിന് അപമാനം വരത്തക്ക രീതിയിൽ, നിന്ന വരത്തക്ക രീതിയിൽ, എന്തിനു പറയുന്നു, മറ്റുള്ളവർ അങ്ങേയറ്റം നിന്ദിക്കത്തക്ക രീതിയിൽ നാം ജീവിക്കുന്നു? നമ്മുടെ വാക്ക്, നമ്മുടെ ചലനം, നമ്മുടെ ജീവിതം എന്താണെന്ന് പരിശോധിച്ച് നാം എങ്ങനെ ധനവിനിയോഗം നടത്തുന്നു, ഏതിൽ പെരുമാറുന്നു, നമ്മുടെ ബന്ധങ്ങളെങ്ങനെ എന്നെല്ലാം പരിശോധിച്ച് കർത്താവിന് പ്രസാദമായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. എന്ത് വിശദമായി ചിന്തിച്ചാൽ സമയം ഒത്തിരി ആകും, മാത്രമല്ല പല വീഡിയോകൾ ആകും. അതിന് പകരം ഒരു ചിന്ത ദൈവത്തിൻ്റെ മുൻപിൽ വെച്ചെന്ന് മാത്രം നാം കണക്ക് കൊടുക്കണം. ആ ബോധം നമ്മെ ഭരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടെ ജീവിപ്പാൻ, അങ്ങയുടെ സന്നിധിയിൽ കണക്ക് ചോദിക്കുമ്പോൾ പ്രാഗൽഭ്യത്തോട് ദിവസത്തിൽ വരുവാൻ എല്ലാവരെ സഹായിക്കുമാറാണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് ഇടപെടണമേ. ജീവിതത്തിൽ ഞങ്ങൾ വിവിധ നിലകളിലായിരിക്കുന്നു, എന്നാൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു, ഞങ്ങളുടെ അവസ്ഥയെ അറിയുന്നു. അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് കാര്യം തീർക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകാതെ പ്രാഗൽഭ്യത്തോട് തിരുമ്പിൽ നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. അതിനായി ഒരുക്കണമേ. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.